ജാസ്മിൻ ജാഫറും ഗബ്രി ജോസുമായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകൾ. ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു സീസൺ അവസാനിക്കും വരെയും ഹൗസിനകത്തും പുറത്തും ചർച്ചകൾ നടന്നത്. ഹൗസിലെത്തി ഒരാഴ്ച കഴിയും മുമ്പ് ജാസ്മിനും ഗബ്രിയും സൗഹൃദത്തിലായി. ഇതാണ് ചിലരെ ചൊടിപ്പിച്ചത്. വളരെ പെട്ടെന്ന് കോംബോ പിടിച്ചത് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ ആണെന്നായിരുന്നു ഇതോടെ ചിലരുടെ ആക്ഷേപം. പ്രണയനാടകം കളിച്ച് പ്രേക്ഷകരെ ഇരുവരും ചേർന്ന് വിഡ്ഢികളാക്കുകയാണെന്നും ചിലർ വിമർശിച്ചു. എന്തായാലും പോകെ പോകെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു. പിന്നാലെ തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ ഹൗസിൽ വെച്ച് തുറന്നു സമ്മതിച്ചു. അതേസമയം തനിക്ക് ജാസ്മിനോട് പ്രണയം ഇല്ലെന്നായിരുന്നു ഗബ്രി വ്യക്തമാക്കിയത്. ജാസ്മിൻ പ്രണയം തുറന്നു പറഞ്ഞതോടെ താരവുമായി വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ജാസ്മിൻ്റെ വ്യക്തിജീവിതം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയതോടെ കടുത്ത സൈബർ അധിക്ഷേപമാണ് താരത്തിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത്. ഇതോടെ ഷോ കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും പഴയ സൗഹൃദം പുലർത്തില്ലെന്നായിരുന്നു ചിലരുടെ വാദം. എന്നാൽ ഷോ കഴിഞ്ഞതിന് ശേഷവും ഹൗസിനകത്ത് സൂക്ഷിച്ചിരുന്ന അതേ അടുപ്പമാണ് ഇരുവരും പുറത്തും പുലർത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇരുവരും ആദ്യമായി ഒരുമിച്ചൊരു ഉദ്ഘാടനത്തിനും എത്തി. പാലക്കാട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പരിപാടിക്കായിരുന്നു ഇരുവരും എത്തിയത്. ഇരുവരെയും കാണാൻ നിരവധി പേരാണ് പരിപാടിക്കെത്തിയത്. ഇതിൻ്റെ വീഡിയോയും ഫോട്ടോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പരിപാടിയുമായി ബന്ധപ്പെട്ടൊരു വ്ളോഗും ഗബ്രി പങ്കുവച്ചിരുന്നു. ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് പാലക്കാട്ടേക്ക് പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആയിരുന്നു ഗബ്രി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി തൻ്റെ ആദ്യ വ്ളോഗ് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത്. വീഡിയോയിൽ ജാസ്മിൻ്റെ ഒരുക്കവും പരിപാടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളുമെല്ലാമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ വ്ളോഗ് 10 ലക്ഷത്തിൽ കൂടുതൽ പേർ കണ്ടുവെന്ന സന്തോഷം പങ്കിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഗബ്രിയും ജാസ്മിനും. ഗബ്രിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കുത്തനെ കൂടി. 55K സബ്സ്ക്രൈബേഴ്സാണ് ഗബ്രിയുടെ ചാനലിനുള്ളത്. ഈ സന്തോഷം ഗബ്രി തൻ്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കിട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അങ്ങേയറ്റം സന്തോഷമുണ്ട്. എല്ലാ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും ഒരുപാട് സന്തോഷം. എന്നും കാറ്റ് ഒരേ ദിശയിലേക്ക് അല്ല വീശുകയെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണിത്. ഒരുപാട് സ്നേഹം. കൂടാതെ ഏറ്റവും പ്രിയപ്പെട്ട ജാസ്മിന് ഒരുപാട് നന്ദി. അപ്പോൾ എങ്ങനെയാ അടുത്തത് പിടിച്ചാലോ എന്നാണ് ഗബ്രി കുറിച്ചിരിക്കുന്നത്. ഗബ്രിയുടെ ഈ സന്തോഷം ജാസ്മിനും പങ്കുവച്ചിട്ടുണ്ട്. പിന്നല്ല ഞാൻ റെഡി എന്ന വരികളോടെയാണ് ജാസ്മിൻ ഇത് സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്നത്. 1 മില്യണിന് മുകളിലാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്. ബ്യൂട്ടി ടിപ്സാണ് ജാസ്മിൻ്റെ തൻ്റെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത്.